ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ? അവിടെ തന്നെ വേറൊരു കിടിലൻ ഐറ്റം ഉണ്ട്, വെജ് കട്ട്ലറ്റ്. നമ്മളിൽ പലരും ഇത് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ കോഫി ഹൗസിലെ ഈ വെജ് കട്ട്ലറ്റ് വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കുന്നു നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബീൻസ്, 2 ക്യാരറ്റ്, 3 മീഡിയം സൈസുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 മതിയാകും. പിന്നെ ഒരു വലിയൊരു ബീട്രൂട്ടാണ് ഈ ഒരു കട്ട്ലറ്റിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കട്ട്ലറ്റ് നല്ലൊരു ബീട്രൂട്ടിൻ്റെ നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ഉണ്ടാകുന്നത്. ഇനി നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കാം. അതിലോട്ടേക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ ഈ ഒരു പൊട്ടറ്റോ വേവിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ അടപ്പിട്ടതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ എടുത്തിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വെജിറ്റബിളും നമ്മളൊന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ തന്നെ മതിയാകും. അപ്പോൾ മുഴുവനും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ബീൻസാണ്. ബീൻസും ഞാൻ ചെറിയ പീസായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ സൈഡിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കി തുടങ്ങാം. ഒരു കടായിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ചെറിയൊരു പീസ് ഇഞ്ചി ഉണ്ട് എടുത്തിട്ട്, അതുപോലെ തന്നെ ഒരു സവാള കൊത്തി അരിഞ്ഞത്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലോട്ടേക്ക് ചേർത്തിട്ടുള്ള നമ്മളൊരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളൻ്റെ ഏകദേശം ഒരു കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ ബീൻസും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിളും ചേർത്തതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്നും നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുക്കറിൽ ഇതുപോലെ തന്നെ പാനിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പച്ചമുളകാണ് ഇഷ്ടമെങ്കിൽ അത് പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളകാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം സവാള വഴറ്റുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മളിത് സാധാരണ കട്ട്ലറ്റ് പോലെ ഓവർ മസാല പൊടികളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കട്ട്ലറ്റ് അല്ല കേട്ടോ. ഇത് നല്ല വെജിറ്റബിൾസിൻ്റെ ഫ്രഷ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി കട്ട്ലറ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. അത് തന്നെയാണ് കേട്ടോ ഈ ഒരു കട്ട്ലറ്റിന് നമ്മൾ വേറെ ടേസ്റ്റ് കൂട്ടുന്നതും അത് തന്നെയാണിത്. അപ്പോൾ നന്നായിട്ട് തന്നെ 1 മിനിറ്റോളം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം പൊട്ടറ്റോ വേവിച്ചിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തന്നെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല വണ്ണത്തിനൊന്ന് ഉടച്ച് കൊടുക്കുക. ഉടച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ നമ്മുടെ ഒരു വെജിറ്റബിൾ മിക്സിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മുഴുവൻ പൊട്ടറ്റോയും ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല വണ്ണത്തിനൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളെ വെജിറ്റബിൾസും അതുപോലെ പൊട്ടറ്റോയും കൂടി നല്ല വണ്ണത്തിന് യോജിച്ച് വരണം. അപ്പോൾ അടിപൊളി മസാല ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമ്മുടെ പൊട്ടറ്റോൻ്റെ മിക്സ് എല്ലാം തന്നെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇപ്പോൾ ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ട് സാധാരണ നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ ആക്കി എടുക്കുന്നത്. ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കാം. അപ്പം മുഴുവനും ഞാനിവിടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു സൈഡിലോട്ടേക്ക് വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ ഒരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിതിന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്ന നോക്കാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഓരോ കട്ട്ലറ്റും ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ഒരു മൈദ കോൺഫ്ലവർ മിക്സിലിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ആക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അടിപൊളി കട്ട്ലറ്റാണ് കേട്ടോ ഈ ഒരു വെജ് കട്ട്ലറ്റ്. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനും നമ്മളുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാണ് വേണ്ടത്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈയും ചെയ്യാം കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ടേക്ക് കോരി മാറ്റാം.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും ഇതുപോലെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.